സാർ, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറും കെ എം മുൻഷിനും പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ സൂചിപ്പിച്ചു. എന്തായിരുന്നു അത്? അതായത് മോദി ഈ ഭരണഘടന ചർച്ച നടക്കുന്നുണ്ടല്ലോ, അതെ, ആ ചർച്ചയിൽ ഇടപെട്ട് മോദി നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കറും കെ എം മുൻഷിയും അവര് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കേണ്ടതിനെ പറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ കരടിൻ്റെ 35-ാം വകുപ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അതായത് കരട് ഭരണഘടനയുടെ 35-ാം വകുപ്പ്, ഇപ്പം അത് മാറിയിട്ടുണ്ട്, ഇപ്പം 44-ആണ്, പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യം മറ്റേ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്നൊരു വാചകമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ കരട് മറ്റേ ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ 35 അപ്പോൾ അത് തന്നെ അനുകൂലിച്ചുകൊണ്ട് അംബേദ്കറും കെ എം മുൻഷിയും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ സംസാരിച്ചിരുന്നു. അത് പരാമർശിച്ചിട്ടാണ് മോദി പറഞ്ഞു, ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും UCC എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം മോദി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മോദി പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ അംബേദ്കറും കെ എം മുൻഷിയും ആ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് എന്താണെന്ന് അന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങളിൽ നിന്ന് ഞാൻ പറയാം. അവർ പറഞ്ഞ കാര്യം കൂടി. മോദി പറഞ്ഞു, അടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നടപ്പാക്കട്ടെ എന്ന് ഭരണഘടന നിർമ്മാണ സഭ തീരുമാനിച്ചിരുന്നു. യൂണിഫോം സിവിൽ കോഡ് ഇനി തെരഞ്ഞെടുത്ത് വരുന്ന സർക്കാർ നടപ്പാക്കട്ടെ എന്നാണ് ആ 35-ാം വകുപ്പില്, കരട് 35-ാം വകുപ്പിൽ പറഞ്ഞിരുന്നത്. അതാണ് പറഞ്ഞത്, തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന സർക്കാർ നടപ്പാക്കട്ടെ എന്ന് ഭരണഘടനാ നിർമ്മാണ സഭ തീരുമാനിച്ചിരുന്നു. മതാടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾക്ക് അംബേദ്കർ എതിരായിരുന്നു. മോദി പറഞ്ഞ വാചകം. മുൻഷി ഏക സിവിൽ കോഡിനെ ദേശീയ ഐക്യത്തിനും ആധുനികതയ്ക്കും അനിവാര്യമെന്ന് പറഞ്ഞിരുന്നു. യൂണിഫോം സിവിൽ കോഡ് ഉണ്ടെങ്കിലേ ദേശീയോദ്ഗ്രഥനം, ദേശീയ ഐക്യം ഉണ്ടാവൂ, ആധുനികവൽക്കരണം രാജ്യത്തുണ്ടാവൂ എന്ന് കെ എം മുൻഷി പറഞ്ഞിരുന്നു. അവരുടെ വികാരം മനസ്സിലാക്കി മുഴുവൻ ശക്തിയുമെടുത്ത് ഈ സർക്കാർ മതേതര സിവിൽ കോഡിന് രൂപം നൽകും. മോദി ഈ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതാണിത്. അത് ആ പ്രസംഗത്തിലെ ഒരു നിർണായക മുഹൂർത്തവുമായിരുന്നു, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മുൻഷിയും അംബേദ്കറും എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഈ പിന്തുടർച്ചാവകാശം എന്താണ്, ഏക സിവിൽ കോഡ് എന്താണ്? ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഈ പിന്തുടർച്ചാവകാശം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പൊതുനിയമം ഉണ്ടാവുക ഒരു രാജ്യത്ത്. അതായത് പലതരം മതങ്ങൾ, അവർക്ക് പലതരം വ്യക്തി നിയമങ്ങൾ, അതിനു പകരം പല കാര്യങ്ങൾക്കും പൊതുനിയമങ്ങൾ ഉണ്ടാവുക. ഇന്ന് വിവിധ മതക്കാർക്ക് വെവ്വേറെ വ്യക്തി നിയമങ്ങളാണ്. അപ്പോൾ മുൻഷി 1948 നവംബർ 23 കരട് രേഖ ചർച്ച ചെയ്യുമ്പോഴാണ് മുൻഷി പങ്കെടുത്തത്. രാജ്യത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയൊക്കെ നടന്നത്. UCCയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം രാജ്യ നയത്തിനായിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് നടപ്പാക്കണോ വേണ്ടോ എന്നുള്ള കാര്യം രാജ്യം നടപ്പാക്കണം, അതിനെ സംബന്ധിച്ച് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉണ്ട്, വകുപ്പ് 44, ഈ രാജ്യം ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്നൊരു വാചകമുണ്ട് ഭരണഘടനയിൽ. അല്ലാതെ മോദി സർക്കാർ ഉണ്ടാക്കി കൊണ്ടിരുന്നു എന്നൊന്നും കരുതരുത്. അന്ന് തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ അത് പറഞ്ഞിരുന്നതാണ്, യൂണിഫോം സിവിൽ കോഡ് വേണം എന്നുള്ളത്. ഡ്രാഫ്റ്റ് ഈ നിർദ്ദേശ തത്വങ്ങളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കരട് ഭരണഘടനയുടെ 35-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്: രാജ്യം UCC നടപ്പാക്കാൻ പരിശ്രമിക്കും.
ഇതാണ് ഭരണഘടനയിലുള്ളത്. ഇതന്ന് വോട്ടെടുത്തു, പാസ്സായി. ഈ രാജ്യം UCC നടപ്പാക്കാൻ പരിശ്രമിക്കും. ഭരണഘടനയിലൊരു വാചകമുണ്ട്, അതൊന്ന് വോട്ടെടുപ്പിൽ പാസ്സാവുകയും ചെയ്തു. മുൻഷി അതിനെ അനുകൂലിച്ചു. അത് ഈ ന്യൂനപക്ഷ പീഡനം എന്ന് മുസ്ലിങ്ങളും മറ്റും പറയുന്ന വാദത്തിന് മുൻഷി എതിർത്തിരുന്നു. ആധുനിക മുസ്ലിം രാജ്യങ്ങളിൽ ഓരോ ന്യൂനപക്ഷത്തിൻ്റെയും വ്യക്തി നിയമം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ആധുനിക മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഓരോ ന്യൂനപക്ഷത്തിൻ്റെയും വ്യക്തി നിയമം അംഗീകരിച്ചിട്ടില്ല. സിവിൽ കോഡ് രൂപവൽക്കരിക്കാതിരിക്കാൻ മാത്രം വ്യക്തി നിയമങ്ങൾ വിശുദ്ധമല്ല. അതാണ് പറഞ്ഞത്. ഹിന്ദുക്കൾക്കിടയിലും UCC ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവും, യാഥാസ്ഥിതികരുണ്ടാവുമല്ലോ. അവരുടെ ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നവർ ഹിന്ദു സമൂഹത്തിലും ഉണ്ടാവും. അവർ മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് ഈ യാഥാസ്ഥിതിക ഹിന്ദുക്കൾ. മുൻഷി പറയുന്നതാണ്. പിന്തുടർച്ച തുടങ്ങിയവ മതത്തിൻ്റെ ഭാഗമാണെന്ന് അവർ കരുതുന്നു. അങ്ങനെയെങ്കിൽ സ്ത്രീക്ക് സമത്വം ഉണ്ടാവില്ല. ഈ വ്യക്തി നിയമങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് സമത്വം ഉണ്ടാവില്ല. കാരണം സ്ത്രീ സമത്വം ഒരു വ്യക്തി നിയമവും അംഗീകരിച്ചിട്ടില്ലല്ലോ, ഒരു മതവും സ്ത്രീ സമത്വം അംഗീകരിക്കുന്നില്ല. പക്ഷേ മൗലികാവകാശത്തിൽ അതുണ്ട്, സ്ത്രീക്ക് സമത്വം മൗലികാവകാശത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൈംഗിക വിവേചനം, ജെൻഡർ ഇനീക്വാളിറ്റി പാടില്ല. ഹിന്ദു നിയമങ്ങളിൽ സ്ത്രീ വിവേചനമുണ്ട്. മുൻഷി പറഞ്ഞു വിവേചനമുണ്ട്. അത് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു നിയമവും നമുക്കിവിടെ പാസ്സാക്കാൻ പറ്റില്ല. കാരണം ഈ ഇപ്പോഴത്തെ വ്യക്തി നിയമങ്ങൾ ഹിന്ദു നിയമങ്ങളൊക്കെ തുടരണമെന്ന് ഹിന്ദു സനാതനികൾ വാദിക്കുന്നു എന്ന് വെക്കുക. ഈ ഹിന്ദു സനാതനികൾ പറയുന്ന ഹിന്ദു നിയമങ്ങളിൽ സ്ത്രീ സമത്വം ഇല്ല. അപ്പോൾ സ്ത്രീ സമത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് അത് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് സ്ത്രീ സമത്വം ഇല്ലായക എങ്കിൽ അത് മുഴുവൻ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തൊരു നിയമവും നടപ്പാക്കാൻ പറ്റില്ല, പാസ്സാക്കാനും പറ്റില്ല. മുൻഷി പറഞ്ഞു. മുസ്ലിം സഹോദരങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ജീവിതത്തിൽ ഒറ്റപ്പെട്ട വീക്ഷണം നന്നല്ല. നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചിട്ടുള്ള നിയമം ആലോചന നല്ലതല്ല. രാജ്യത്തിന് വേണ്ടി ആലോചിക്കണം. രാജ്യത്തിന് വേണ്ടിയാണ് ആലോചിക്കേണ്ടത്. മതം അതിൻ്റേതായ ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിൽക്കണം. ബാക്കി ജീവിതം നിയന്ത്രിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ജീവിതമാണ്, നമ്മുടെ ഇന്നത്തെ ജീവിതമാണ് നിയന്ത്രിക്കേണ്ടത്, മതമല്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം ഐക്യരാഷ്ട്രമാകണം. ഇത് ഇങ്ങനെ നടപ്പാക്കുന്ന ഏക സിവിൽ കോഡ് ന്യൂനപക്ഷങ്ങൾക്ക് തോന്നുന്ന പീഡനങ്ങളെക്കാൾ ഭൂരിപക്ഷത്തിന് പീഡനമായി തോന്നും. കാരണം ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കൊക്കെ വിരുദ്ധമാണല്ലോ ഇത്. അന്ന് നടപ്പാക്കിയ ഹിന്ദു കോഡ് തന്നെ അങ്ങനെയാണ് എന്നന്ന് പല യാഥാസ്ഥിതികരും പറഞ്ഞിരുന്നു. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഞാനിതിൻ്റെ ഗുണമോ ദോഷമോ പറയുന്നില്ല ഈ ഏക സിവിൽ കോഡിൻ്റെ, പക്ഷേ ഇത് നടപ്പാക്കാൻ പരിശ്രമിക്കും എന്ന് പറയുന്ന ഈ 35-ാം വകുപ്പ് അത് നല്ലതാണ്. ഹുസൈൻ ഇമാം ചോദിച്ചു, അന്ന് ചർച്ചയിൽ ഹുസൈൻ ഇമാം എന്ന് പറഞ്ഞൊരാൾ പങ്കെടുത്തിട്ട് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് ഇന്ന് ഈ ഒവൈസിയൊക്കെ പറയുന്ന പോലെ അന്നും പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗുകാരും ഒക്കെ പറയുന്നത് പോലെ. അംബേദ്കർക്ക് മുമ്പ് അന്ന് സംസാരിച്ച ഹുസൈൻ ഇമാം ഇത്ര വിസ്തൃതമായ രാജ്യത്തെ ഏക സിവിൽ കോഡ് സാധ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഇവിടെ ഏക നിയമങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ പീനൽ കോഡ് അതുപോലത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിം വ്യക്തി നിയമം രാജ്യമാകെ ബാധകമാണ് എന്ന വാദം തെറ്റാണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഇന്ത്യയിലെ ഏക വ്യക്തി നിയമം മറ്റേ മുസ്ലിം വ്യക്തി നിയമം ഇന്ത്യയിൽ മുഴുവൻ ബാധകമൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും. കാരണം നോർത്ത്
വെസ്റ്റ് ഫ്രോണ്ടിയറിൽ അന്ന് പ്രവിശ്യയിൽ 1935 വരെ ശരീഅത്തില്ല. ഈ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിർത്തി ഗാന്ധി, ആ പ്രദേശത്ത് മുസ്ലിം വ്യക്തി നിയമം ഉണ്ടായിരുന്നില്ല. ശരീഅത്ത് നിയമം 1935 വരെ ഇല്ല. അംബേദ്കർ പറഞ്ഞാണ് പ്രസംഗത്തില്. ഇതിപ്പോ ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അംബേദ്കർ പറഞ്ഞതാ, ഇന്ത്യയിൽ എല്ലായിടത്തും മുസ്ലിം വ്യക്തി നിയമം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഈ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രവിശ്യയിൽ ഉണ്ടായിരുന്നില്ല 1935 വരെ. പിന്നെ മുംബൈയിൽ ഉണ്ടായിരുന്നില്ല. യുണൈറ്റഡ് പ്രോവിൻസസിൽ അന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഉത്തർപ്രദേശൊക്കെ വരുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. മധ്യ പ്രവിശ്യയിൽ, ഇന്നത്തെ മധ്യപ്രദേശ് ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. മുംബൈ, ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹിന്ദു നിയമങ്ങളാണ് അന്ന് മുസ്ലിങ്ങളും ഇവിടെയൊക്കെ പിന്തുടർന്നിരുന്നത്. ഈ സ്ഥലത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഭൂതകാലം ഉണ്ട്, അംബേദ്കർ പറഞ്ഞു. അതുകൊണ്ട് ഈ മറ്റേ മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ നടക്കേണ്ട കാര്യമില്ല, അംബേദ്കർ പറഞ്ഞു. അപ്പോൾ ഡിസംബർ 22-ാം തീയതിയും അംബേദ്കർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് അംബേദ്കർ പറഞ്ഞു, മതത്തിന് ഒരു രാജ്യത്തും വിപുലമായ നിയമസാധുത പാടില്ല, തെറ്റാണ് അത്. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നോട്ടടിക്കാനല്ല. അതുകൊണ്ട് വ്യക്തി നിയമം രാജ്യനീതിയെ മാറ്റാൻ പാടില്ല. രാജ്യനീതിക്ക് വിരുദ്ധമായി നിൽക്കരുത് വ്യക്തി നിയമം. അപ്പോൾ അതുകൊണ്ട് ഈ വകുപ്പ് 35 ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് കരട് ഭരണഘടനയിൽ വകുപ്പ് 35 ഈ രാജ്യം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പരിശ്രമിക്കുന്നു പറയുന്നത്. ഇത് വോട്ടെടുത്തു, പാസ്സായി. പിന്നെ ഭരണഘടന മുഴുവനായിട്ട് രൂപപ്പെട്ടപ്പോൾ ഇത് 44-ാമത്തെ വകുപ്പായിട്ട് ഭരണഘടനയിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യ UCC നടപ്പാക്കാൻ പരിശ്രമിക്കും എന്നുള്ള. അപ്പോൾ ഇതൊക്കെ അന്ധമായിട്ടല്ലെ, കണ്ണടച്ചുകൊണ്ടാണ് ഇതിനെ അന്ധമായിട്ട് എതിർക്കാനായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ ശ്രമിക്കുന്നത് അല്ലേ? മതപ്രീണനമാണ്. മുസ്ലിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഏക നിയമങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ ക്രിമിനൽ നിയമം, ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇല്ലേ, പീനൽ കോഡ്, ഇതൊക്കെ ഒരുപോലെയല്ലേ? ഈ പിന്തുടർച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപോലെ വരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് വ്യത്യസ്തരാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരിക്കില്ലേ അത്? അതെന്താന്ന് വെച്ചാൽ മതത്തിന്റെ അകത്തൊക്കെ പിന്നീട് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇതൊക്കെ പറയിക്കാൻ തുടങ്ങി. മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യ ഏതെങ്കിലും കാലത്ത് മുസ്ലിം രാജ്യമാകും എന്ന് വിചാരിക്കുന്ന കുറെ പടപ്പുകളുണ്ടല്ലോ, അവര് പറഞ്ഞ് പരത്തുന്നതാണിത്. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഈ ശരീഅത്ത് നിയമമൊന്നുമില്ല. ഈ താജിക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ എടുത്ത് കളഞ്ഞില്ലേ? ഈ വക പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഹിജാബൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഇത്ര പിഴ എന്നൊക്കെ നിയമമുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ട് ലോകത്തിപ്പോ. എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇവരിപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഈ കള്ളക്കളി തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മറുഭാഗത്ത് അതുകൊണ്ട് എന്താണ്, മത തീവ്രവാദം തഴച്ചു വളരുന്നു. അതാണ് സംഭവം. അപ്പൊ UCC കൊണ്ടുവരും. അംബേദ്കർ അതെന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ആവശ്യമാണ് എന്ന്. ഇതാണ് മോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഭരണഘടനാ ശില്പി എന്താണോ ചിന്തിച്ചത് അത് നടപ്പാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.